ഹലോ ഫ്രണ്ട്സ്, കേക്ക് ആൻഡ് കേക്സിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പുകൾ കളക്ട് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണണേ. മുടി പൊഴിയുന്നുണ്ടോ? മുടി നല്ലപോലെ ആർത്ത് കിളുക്കാനും നരച്ച മുടീനെ കട്ടക്കറുപ്പാക്കാനും പ്രായഭേദമന്യേ എല്ലാവർക്കും ഒരുപോലെ യൂസ്ഫുൾ ആകുന്ന ടിപ്പുകൾ കളക്ട് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കിയിട്ട് അതുപോലെ ഒന്ന് ചെയ്തും കൂടെ നോക്കണേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അതിനായിട്ട് നമുക്ക് വേണ്ടത് സവാളയാണ് കേട്ടോ. അപ്പോൾ നല്ല സവാള നോക്കി, നല്ല ഫ്രഷ് ആയിട്ടുള്ള സവാള നോക്കി എടുക്കുക. വഴകിപ്പോയ സവാള ഒന്നും എടുക്കരുത്. നല്ലൊരു എഫക്റ്റ്, അതായത് നമ്മൾ ഉള്ളി എരിയുമ്പോൾ സവാളയൊക്കെ എരിയുമ്പോൾ കണ്ണിൽ കൂടെ വെള്ളം വരുന്നില്ല, ആ ഒരു എഫക്റ്റുള്ള സവാള വേണം ഇവിടെ എടുക്കാനായിട്ട്. അപ്പോൾ അതിൽ നിന്ന് ഒരു സവാളയാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് ഒറ്റ ദിവസം യൂസ് ചെയ്യാനുള്ളതാണ് കേട്ടോ. മാസത്തിൽ ഒന്ന് മാത്രം നമ്മൾ ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ ഒരുപാട് ചെയ്ത് വെക്കേണ്ട കാര്യമില്ല. നമ്മൾ എപ്പോഴാണ് ഇത് ഉപയോഗിക്കുന്നത് അന്നപ്പോൾ തന്നെ ഫ്രഷോട് കൂടി തയ്യാറാക്കേണ്ടത് ഒന്നാണ് കേട്ടോ. അപ്പോൾ ഈ സവാളയുടെ തൊലിയെല്ലാം കളയുക. അപ്പോൾ ഈ തൊലിയൊന്നും കളയരുത്. ഈ തൊലി കൊണ്ട് നമുക്ക് നമ്മുടെ നരച്ച മുടീനെ കട്ടക്കറുപ്പാക്കാനുള്ള ടിപ്പുകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ അതെല്ലാം ഇടുന്നതായിരിക്കും. ഇപ്പം ഞാൻ ഈ സവാളയും കൊണ്ട് എന്താ ചെയ്യുന്നത് കണ്ടു നോക്കാം. അപ്പോൾ ഈ സവാള ഞാൻ നല്ലപോലെ ഒന്ന് കഴുകി എടുത്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് കറുപ്പ് പോലെയൊക്കെ ഉണ്ടല്ലോ, അതെല്ലാം വിഷാംശങ്ങളാണ്. നല്ല വൃത്തിക്ക് കഴുകി എടുക്കുക. അതിനുശേഷം ഇതുപോലെ ഗ്രേറ്റർ ഉണ്ടെങ്കിൽ ഗ്രേറ്റർ കൊണ്ട് ഗ്രേറ്റ് ചെയ്തെടുക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് മിക്സിയുടെ ജാറയിലിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ഫാമിലിയിൽ ഒന്ന് ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. പിന്നെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് വെക്കണേ. എന്നാലേ ഞാൻ ഇടുന്ന വീഡിയോസിനെല്ലാം നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ കേട്ടോ. പിന്നെ ഹൈപ്പ് എന്ന് പറഞ്ഞ ഓപ്ഷനും കൂടെ വന്നിട്ടുണ്ട്, അതുകൂടെ ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കരുത്. അങ്ങനെ നമ്മുടെ സവാളയെല്ലാം ഞാനിവിടെ നല്ലപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അത് കണ്ടില്ലേ, ഇത്രയും നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഒറ്റ പ്രാവശ്യം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ തയ്യാറാക്കുന്നത്. ഇത് മാത്രം മതി. നിങ്ങൾക്ക് എന്തോരം മുടിയുണ്ടോ അതിനനുസരിച്ച് നിങ്ങൾ എടുക്കുക. ഇപ്പോൾ കുറച്ച് ഹെയർ മാത്രം ഉള്ളത് കൊണ്ട് എനിക്ക് ഇത് മാത്രമാണ് എടുക്കുന്നത് കേട്ടോ. പക്ഷെ ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ നമ്മുടെ മുടിനെ നല്ല ആർത്ത് കിളുക്കാൻ സഹായിക്കുന്നതാണ് കേട്ടോ. നല്ലപോലെ കിളുക്കാൻ സഹായിക്കുന്നതാണ്. അതുപോലെ പൊടിഞ്ഞു പോകുന്ന മുടി പോലും നല്ല രീതിയിൽ തന്നെ വളർന്നു വരും. അവിടെ തന്നെ നല്ല രീതിയിൽ വളർന്നു വരും എന്നുള്ള നല്ല അടിപൊളിയൊരു ടിപ്പാണ് കേട്ടോ. എന്നിട്ട് ഇതുപോലെ നമുക്ക് നമ്മുടെ അരിപ്പയിലൊന്നും ഇടാതെ തന്നെ ഇതുപോലെ ചെറിയൊരു തുണി വെക്കുക. ഒരു കോട്ടൻ്റെ തുണി ഇട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ല രീതിയിൽ തന്നെ ഈ സവാളയുടെ ജ്യൂസ് നല്ല രീതിയിൽ തന്നെ പിഴിഞ്ഞെടുക്കാൻ പറ്റും കേട്ടോ. നമ്മുടെ അരിപ്പയിലാകുമ്പോൾ ഇത്രയും നീര് നമുക്ക് കിട്ടത്തില്ല. പകരം ഇതുപോലെ ഒരു തുണിക്കകത്തിട്ട് നല്ല രീതിയിൽ ഒന്ന് പിഴിഞ്ഞെടുക്കുവാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ ആ ജ്യൂസ് അതിൽ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഒരു സവാളയുടെ ജ്യൂസാണ് ഇവിടെ എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു സാധനം നല്ലപോലെ ഒന്ന് പിന്നെ ചെയ്തതിന് ശേഷം ആ വേസ്റ്റ് നമുക്ക് കളയാൻ ഞാൻ കാണിച്ചത് വേസ്റ്റ് നല്ല രീതിയിൽ തന്നെ ഉണങ്ങിയതുപോലെ തന്നെ ആ ഒരു വേസ്റ്റ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഫുള്ള് ഞാൻ പിഴിഞ്ഞെടുക്കട്ടെ. ഇനി ഇതിലേക്ക് നമുക്ക് 2 സാധനം കൂടെ ചേർത്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ എല്ലാ കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ പിന്നെ പൈപ്പ് വെള്ളമൊക്കെ ഉപയോഗിക്കുമ്പോഴത്തേക്ക് മുടി പൊഴിച്ചിൽ വളരെ കൂടുതലാണ് അല്ലേ. അപ്പോൾ അങ്ങനെ കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാം ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഈ ഒരു ടിപ്പ് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഒരു സ്പൂൺ അല്ല അര ടീസ്പൂൺ അളവിൽ നാരങ്ങ നീരും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നമുക്ക് താരൻ്റെ ശല്യങ്ങളുണ്ടെങ്കിൽ നരച്ചുമുടിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിത് നല്ല ബെസ്റ്റാണ് കേട്ടോ. ഈ ജ്യൂസിലേക്ക് നമുക്ക് ഇത് ഒഴിച്ച് കൊടുക്കാം. താരനൊക്കെ ഉണ്ടെങ്കിൽ നല്ലപോലെ താരം പോകും. അതുപോലെ ചൊറിച്ചിലൊക്കെ ഉണ്ടെങ്കിൽ മാറുന്നതുമാണ്. അതുകൂടെ ഒന്ന് ഒഴിച്ച് കൊടുത്തതിന് ശേഷം പിന്നെ ഇതിലേക്ക് നമ്മൾ ഏത് ഓയിലാണ് നിങ്ങൾ തലയിലേക്ക് അപ്ലൈ ചെയ്യുന്നത്, നിങ്ങൾ ഏത് ഓയിൽ ഉപയോഗിക്കുക. അല്ലെങ്കിൽ വെളിച്ചെണ്ണ എടുക്കുക. നല്ല ചക്കിലാട്ടിയ വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ 1 ടീസ്പൂണോളം വെളിച്ചെണ്ണ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ മുടി പോയ ഭാഗങ്ങളിലെല്ലാം ഒന്നുകിൽ സ്പ്രേ ബോട്ടിലാക്കിയിട്ട് സ്പ്രേ ചെയ്യുക, അല്ലെങ്കിൽ പഞ്ഞിയില്ല കോട്ടൻ്റെ പഞ്ഞി കൊണ്ട് അവിടെ എല്ലാം നല്ല രീതിയിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അതൊന്ന് പിഴിഞ്ഞിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ 2 രീതിയിൽ ഞാൻ ഇതെങ്ങനെ ഉപയോഗിക്കാമെന്ന് കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കട്ടെ. അതിനുശേഷം നമുക്ക് ഉപയോഗിക്കേണ്ട രീതിയും കൂടെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഞാൻ എടുത്തിരിക്കുന്നത് ഇതുപോലെ പഞ്ഞിയാണ് കേട്ടോ. അപ്പോൾ ഈ പഞ്ഞി ഇതിലൊന്ന് മുക്കുക. എന്നിട്ട് നമ്മുടെ മുടിയെ വകഞ്ഞ് ആദ്യം നമ്മുടെ മുടി ഒന്ന് ചീപ്പ് കൊണ്ട് ഈകിയതിന് ശേഷം ചീകിയിട്ട് അത് വകഞ്ഞ് എടുത്തിട്ട് അങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. മുടി ഫുള്ള് തലയോട്ട് ഫുള്ളും അപ്ലൈ ചെയ്ത് കൊടുക്കുക. അന്നപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും, നമ്മുടെ കണ്ണ് നീർന്ന പോലെ നമുക്ക് തോന്നും കേട്ടോ. അപ്പോൾ അത്രയ്ക്ക് എഫക്റ്റുള്ള ഉള്ളി, ഫ്രഷ് ഉള്ളിക്ക് എങ്ങനെ വരത്തുള്ളൂ. പഴകിയ ഉള്ളിക്ക് അങ്ങനെയൊന്നും കണ്ണ് നെരിയത്തൊന്നുമില്ല. അങ്ങനത്തെ ഉള്ളി വേണം നമ്മളിവിടെ എടുക്കാനായിട്ട്. ഒരുപാട് കണ്ണ് നെരിയത്തൊന്നുമില്ല കേട്ടോ. അപ്പോൾ നമുക്ക് ഞാൻ ഇപ്പോൾ മുടിയൊന്ന് ഈരി കൊടുക്കുന്നുണ്ട്. എനിക്ക് ഒരുപാട് മുടിയൊന്നുമില്ല. എൻ്റെ മുടി നല്ല രീതിയിൽ തന്നെ പൊഴിയുന്നുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഇങ്ങനെയൊക്കെ ഞാൻ ചെയ്തിട്ട് എനിക്ക് നല്ലൊരു റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. ചെറിയ നെറ്റിയുടെ സൈഡിലൊക്കെ ചെറിയ ഹെയർ വന്നിരിക്കും, നിങ്ങൾക്ക് കാണാൻ പറ്റും. എനിക്കിങ്ങനെ ഹെയർ ഒന്ന് നെറ്റി നല്ല കയറിയിട്ടായിരുന്നു. ഇപ്പോൾ നല്ല രീതിയിൽ തന്നെ ചെറിയ ഹെയറൊക്കെ വന്ന് മുടിയൊക്കെ നല്ല രീതിയിൽ തന്നെ കിളുത്തും വരുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഒരുപാട് മുടിയില്ലെങ്കിലും കുറച്ച് മുടിയേ ഉള്ളൂ എനിക്ക്. അതിനെ നമുക്ക് നല്ല രീതിയിൽ തന്നെ ഇങ്ങനെയൊക്കെ ചെയ്യുവാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ നമ്മുടെ മുടി വളർത്തിയെടുക്കാൻ നമ്മളെ സഹായിക്കുന്നതാണ്.
കണ്ടില്ലേ ഇതുപോലെ സ്കോട്ടരി മുക്കിയിട്ട് നെറ്റിയുടെ സൈഡിലൊക്കെ മുടി പോയ ഭാഗങ്ങളിലെല്ലാം അതേ രീതിയിലൊന്ന് നമുക്ക് ഇങ്ങനെ തേച്ച് ചെറിയ രീതിയിലൊന്ന് പെരട്ടി കൊടുക്കുക. എന്നിട്ട് നമുക്ക് ചീപ്പ് കൊണ്ട് നല്ല പൊടി ഈരി കൊടുക്കുക, അല്ലെങ്കിൽ കൈ കൊണ്ട് നിങ്ങളൊന്ന് മസാജ് ചെയ്യുക. ചീപ്പ് കൊണ്ട് നല്ല പല്ലകുന്ന ചീപ്പ് കൊണ്ട് വേണം നമ്മളിത് പതുക്കെ ഈരി കൊടുക്കാവുള്ളൂ. ഒരുപാട് ശക്തിക്ക് വലിച്ചിട്ടൊന്നും ചെയ്യരുത്. ആദ്യം ജടയൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം എടുത്ത് കളഞ്ഞതിന് ശേഷം വേണം നമ്മുടെ മുടിയിലേക്ക് കൊണ്ട് ചീപ്പ് കൊണ്ട് ഈരി കൊടുക്കാൻ. അപ്പോൾ ചീപ്പ് കൊണ്ട് ഈരി കൊടുക്കുമ്പോൾ നിങ്ങളത് നമുക്ക് മുക്കാനുള്ള ഭാഗത്തിനായിട്ട് ഇതുപോലെ പ്ലേറ്റിലേക്ക് ആ ജ്യൂസ് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ചീപ്പ് അതിൽ മുക്കി ഇതേ രീതിയിൽ മുടിയൊന്ന് ചീകി കൊടുക്കുക. കണ്ട ഇതേ രീതി പല്ലകുന്ന ചീപ്പായത് കാരണം പെട്ടെന്ന് തന്നെ നമുക്ക് ചെടയൊന്നും ഇല്ലാതെ തന്നെ അത് മുക്കി ഇതുപോലെ കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ മുടിയിലും തലയോട്ടിയിലും എല്ലാം നല്ല രീതിയിൽ തന്നെ അത് പിടിച്ച് വരും. നല്ല അടിപൊളി റിസൾട്ടാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ആരെങ്കിലും ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ചെയ്തും കൂടെ നോക്കുക. അപ്പോൾ നമ്മുടെ മുടീനെ നമുക്ക് നല്ല രീതിയിൽ തന്നെ വളർത്തിയെടുക്കാൻ പറ്റും. ഒത്തിരി മുടിയില്ലെങ്കിലും ഞാൻ ഈ ഒരു മുടീനെ ഇങ്ങനെയൊക്കെ നിർത്തിയിരിക്കുന്നത് ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് തന്നെയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ചെയ്തോളൂ. അപ്പോൾ മുടിയൊന്ന് ഇങ്ങനെ കമത്തിയിട്ടതിന് ശേഷമാണെങ്കിൽ നമ്മളിത് ഇതുപോലെ ഒന്ന് ഒഴിച്ച് കൊടുത്തിട്ട് തലമുടി ജസ്റ്റ് ഒന്ന് കൈ കൊണ്ട് മസാജ് ചെയ്ത് ഇതേ രീതിയിൽ കൊടുത്തിട്ട് മുറുക്കി ഒന്ന് കെട്ടി വെക്കുക. ഇതിപ്പോൾ നിങ്ങൾക്ക് രാവിലെ വൈകുന്നേരങ്ങളൊന്നും ചെയ്യേണ്ട. കുളിക്കുന്നതിന് മുമ്പ് നിങ്ങൾ തലമുടിയിലേക്ക് അപ്ലൈ ചെയ്യുക. എപ്പോഴാണോ കുളിക്കുന്നത് അന്നപ്പോൾ കഴുകിക്കളെ. ഇത് നിങ്ങൾ ഒരുപാട് നേരം ഒന്ന് വെച്ചുകൊണ്ടിരിക്കേണ്ട. ഒരു 15 മിനിറ്റ് അല്ലെങ്കിൽ 20 മിനിറ്റ് മാത്രം വെച്ചുകൊണ്ടിരുന്നാൽ മതി. അതിനുശേഷം നിങ്ങൾ കഴുകിക്കളയണേ. പിന്നെ നമ്മളിത് കഴുകിക്കളയുമ്പോൾ നിങ്ങൾക്ക് ഈ സവോളയുടെ ഒരു സ്മെല്ല് നമ്മുടെ മുടിക്ക് വരുന്നുണ്ടെങ്കിൽ അങ്ങനെ ഇങ്ങനെ വരുത്തൊന്നുമില്ല, എന്നാൽ ആ ഒരു സ്മെല്ലുണ്ടെങ്കിൽ നിങ്ങൾ വീര്യം കുറഞ്ഞ ഷാമ്പൂ ഇട്ടോ അല്ലെങ്കിൽ നമ്മുടെ താളിപ്പൊടിയാണ് ഏറ്റവും ബെസ്റ്റ്, അല്ലെങ്കിൽ നമ്മുടെ ചെമ്പരത്തി താളി എടുത്തിട്ട് അങ്ങനെ കഴുകി കളഞ്ഞാലും മതി. അപ്പോൾ നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യുക. അപ്പം അടുത്ത ടിപ്പിലേക്ക് പോകാം. ഇപ്പം ഈ നരച്ചമുടി എല്ലാവർക്കും കാണുന്നുണ്ടല്ലോ അല്ലേ, മുതിർന്നവർക്കും കുട്ടികൾക്ക് വരെ ഇപ്പോൾ നരച്ചമുടിയുണ്ട്. അപ്പോൾ ഈ നരച്ചമുടിയെ നമുക്ക് സിമ്പിളായിട്ട് പെട്ടെന്ന് കറുപ്പിക്കാം. അതിനായിട്ട് വേണ്ടത് ഇരുമ്പ് ചട്ടിയാണ് വേണ്ടത്. ആ ഇരുമ്പ് ചട്ടിയിലേക്ക് നമുക്ക് ആവശ്യമുള്ള മൈലാഞ്ചിപ്പൊടി എടുക്കുക. നല്ല ഫ്രഷ് ആയിട്ടുള്ള മൈലാഞ്ചി ഉണ്ടെങ്കിൽ നിങ്ങൾ അതെടുത്താൽ മതി. ഇപ്പം ഞാൻ മൈലാഞ്ചിപ്പൊടിയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് നെല്ലിക്കാപ്പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് വളരെ നല്ലതാണ്. പക്ഷേ ഞാനിപ്പോൾ ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല. പകരം ഞാനിവിടെ കൊടുക്കുന്നത് ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്ന ഗ്രാമ്പൂ റോസ്മേരിയും കൂടെയുള്ള ഒരു വാട്ടർ ഞാൻ തയ്യാറാക്കി മുടി നല്ല രീതിയിൽ വളരുന്ന ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ ഒരു വീഡിയോയ്ക്ക് വേണ്ടി തയ്യാറാക്കി വെച്ചിരുന്ന ആ ഒരു വെള്ളമാണിത്, നമ്മുടെ ഗ്രാമ്പൂവും റോസ്മേരിയും. അപ്പോൾ ഇത് നമ്മൾ ഫ്രിഡ്ജിലോട്ട് വെച്ചാൽ മതി. ആവശ്യത്തിന് എടുക്കുമ്പോഴത്തേക്ക് രാവിലെ അതെടുത്ത് വെളിയിൽ വെക്കുക. പിന്നെ നമുക്ക് ഉപയോഗിക്കുമ്പോൾ തലയിലേക്ക് സ്പ്രേ ചെയ്താൽ മതി. നല്ലൊരു ഇതാണ്. വീഡിയോ കാണാത്തവർ ഞാൻ ഇട്ടിട്ടുണ്ട്, കണ്ടിട്ട് അതുപോലെ ചെയ്ത് നോക്കും കേട്ടോ. ആ ഒരു വെള്ളമാണ് നമ്മുടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. കാര്യം അതിനകത്ത് ഗ്രാമ്പൂ ഉണ്ട്, റോസ്മേരി ഉണ്ട്, നെല്ലിക്കാപ്പൊടിയും ഉണ്ട്. അതുകൊണ്ട് ഞാൻ വേറെ ഒന്നും ചെയ്യുന്നില്ല. അതിൻ്റെ അകത്ത് തേയിലപ്പൊടിയൊന്നും ഇല്ല കേട്ടോ. പക്ഷേ ഈ ഒരു വെള്ളം മാത്രം മതി നമ്മുടെ മുടീനെ നല്ല രീതിയിൽ കറുപ്പിച്ചെടുക്കാൻ പറ്റും കേട്ടോ. സാധാരണ നമ്മൾ മൈലാഞ്ചി പെരട്ടുമ്പോൾ ചെമ്പിച്ച കളറല്ലേ വരുന്നത്. പക്ഷേ ഈ ഒരു ഇത് പെരട്ടി കഴിയുമ്പോൾ ആ ചെമ്പിച്ച കളറിൻ്റെ കൂടെ തന്നെ ഒരു ഡാർക്ക് ഷെയ്ഡ് വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. നല്ല അടിപൊളി റിസൾട്ടാണ്. അതിനാണ് നെല്ലിക്കാപ്പൊടി ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല ഒരു ഇരുണ്ട കളറ്, ചുമന്ന മുടിക്ക് പകരം ഒരു ഇരുണ്ട കളറിന് നമുക്ക് നമ്മുടെ ഈ ഒരു മിക്സ് തരും കേട്ടോ. അപ്പോൾ ഈ എണ്ണയും ഇതും കൂടെ മിക്സ് ചെയ്ത് ഒരു ഓവർനൈറ്റ് ഫുള്ള് വെച്ചിട്ട് വേണം നമ്മൾ ഇതെടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ രാവിലെ ചെയ്ത് വെച്ചതിന് ശേഷം രാത്രിയിലാണ് ഇത് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ ഇതേ രീതിയിലൊന്ന് പരത്തിയിട്ട് വേണം വെക്കാൻ, കൂട്ടി വെക്കരുത്. ഇങ്ങനെ ഒന്ന് പരത്തിയതിന് ശേഷം ഒന്ന് അടച്ച് വെച്ചിട്ട് നമുക്ക് ഇത് വൈകിട്ട് തന്നെയാണ് ഞാൻ ഇവിടെ എടുക്കുന്നത്. രാവിലെയാണ് ഇത് ചെയ്ത് വെച്ചിരുന്നത്. അപ്പോൾ വൈകിട്ടാണ് ഞാൻ ഇതിവിടെ എടുക്കുന്നത്. എടുത്തിട്ട് വൈകുന്നേരങ്ങളിൽ ഇതുപോലെ നമ്മൾ അപ്ലൈ ചെയ്യുവാണെങ്കിൽ നമ്മുടെ മുടിക്ക് നല്ലൊരു ഒത്തിരി നേരം നമുക്ക് വെറുതെ ഇരിക്കാൻ പറ്റും, ടി വി ഒക്കെ കണ്ടിട്ടിരിക്കാൻ പറ്റും. അതുകൊണ്ടാണ് രാത്രി ചെയ്യുന്നത്. രാവിലെ ആകുമ്പോൾ നമുക്ക് ഒരുപാട് ജോലികളും കാര്യങ്ങളും ഉള്ളത് കാരണം പെട്ടെന്ന് നമ്മൾ കഴുകി കളയേണ്ടി വരും. ഇത് രാത്രിയൊക്കെ ആകുമ്പോഴത്തേക്ക് ഒരു 6 മണി 7 മണിയാകുമ്പോൾ നമ്മൾ അപ്ലൈ ചെയ്തതിന് ശേഷം കിടക്കുന്ന മുമ്പ് കഴുകി കളഞ്ഞാൽ മതി. അപ്പോൾ ഇത് കണ്ടില്ലേ, ആ മൈലാഞ്ചിയുടെ ഒരു കളർ മാറിയ കാറ്റം കണ്ടില്ലേ, നല്ല രീതിയിൽ ഡാർക്ക് കളറായിട്ട് വരുന്നുണ്ട്. നമ്മുടെ കൈ കൊണ്ട് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ആ ഒരു കറുപ്പ് നമ്മുടെ കൈക്ക് നല്ല രീതിയിൽ തന്നെ പിടിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഞാൻ തലമുടിയിലേക്ക് അപ്ലൈ ചെയ്തതിന് ശേഷം ഇത് കണ്ട് എൻ്റെ കയ്യിൽ അത് നല്ല രീതിയിൽ പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് നല്ലപോലെ ഉറപ്പിക്കാം നമ്മുടെ മുടിക്ക് ഈ ഒരു കളർ പിടിക്കുമെന്ന് നല്ല ഉറപ്പാണ്. അപ്പോൾ നിങ്ങൾ ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ കണ്ടില്ലേ, ഞാൻ മുടി നല്ല രീതിയിൽ തന്നെ അപ്ലൈ ചെയ്ത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് 1 മണിക്കൂർ കഴിഞ്ഞിട്ട് നിങ്ങൾ വൈകുന്നേരം ആണെങ്കിൽ നിങ്ങൾക്ക് എത്ര നേരം വേണമെങ്കിൽ ഒരു ടി വി ഒക്കെ കണ്ടിട്ടിരിക്കുന്ന സമയങ്ങളിലൊക്കെ നിങ്ങൾക്ക് ഇത് തലയിലേക്ക് അപ്ലൈ ചെയ്ത ശേഷം ഒരു കവർ കൊണ്ട് കെട്ടി വെക്കുവാണെങ്കിൽ അത്രയും നല്ലതാണ് കേട്ടോ. അതിനുശേഷം നമ്മളൊന്ന് കഴുകി കളഞ്ഞ് നോക്കിയാൽ നല്ല അടിപൊളി റിസൾട്ടാണ് കിട്ടിയത്. കണ്ട മുടിയിൽ ആ ഒരു നരച്ച മുടിയൊക്കെ നല്ല രീതിയിൽ ഒരു ഡാർക്ക് ഇരുണ്ട ഷെയ്ഡിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുമല്ലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ അടിപൊളി ടിപ്പുകളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ. അപ്പോൾ ഈ 2 ടിപ്പും നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ബോക്സിൽ വന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ.